സ്നാനപ്പെട്ടവരുടെ നാക്ക് പിഴച്ചു പോകരുത് എന്നാണ് 4:6 പറയുന്നത്. സ്നാനപ്പെടുമ്പം നമ്മൾ മൂക്കും വായും എല്ലാം കൂടെ പൊത്തിപ്പിടിച്ചല്ലേ മുക്കുന്നത് അല്ലേ? ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ നനഞ്ഞാലും നനയാത്ത ഒരേ ഒരു അവയവം ഏതാണെന്നറിയാവോ? സ്നാനജലം തൊടാത്ത ഒരേ ഒരു അവയവം ഏതാ? സെൻട്രൽ മിനിസ്റ്ററും സെക്ഷൻ പ്രോസിക്യൂട്ടറും മറ്റ് ഏരിയ മിനിസ്റ്റേഴ്സൊക്കെ ഒരുമിച്ചുള്ള ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം തൻ്റെ ഇടമായിട്ട് പറയാം. ഇനി സ്നാനപ്പെടുത്താനുള്ളവരെ വായും തുറന്നു പിടിച്ചങ്ങ് മുക്കണം. നാക്കും കൂടെ മുങ്ങിയ ഗുണമായി ഒരുമാതിരിയൊക്കെ. ഒറ്റ മുക്കും പൊക്കുമല്ലേ, ചാകത്തൊന്നുമില്ല, കുടിച്ച് ചാകത്തൊന്നുമില്ല. ഈ സ്നാനം നാക്കിനും കൂടെ ഏറ്റ ഒരുമാതിരിയൊക്കെയാണ് കുഴപ്പം. സ്നാനപ്പെട്ട് കയറി അന്നേരം മുതൽ പറഞ്ഞു പിടിപ്പിച്ചിട്ടുള്ള ഓരോ സംഗതികൾ കത്തിച്ചു വിട്ടത് ഇന്നും കത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? ആൻറ്റി നിങ്ങൾ സ്നാനപ്പെട്ട് ആ സ്നാനം അതൊക്കെ അവിടെ കിടക്കട്ടെ, എനിക്ക് പറയാനുള്ളത് ഞാനും പറയും. ആഹാ എന്ന ഇടവ സൗമ്യതയില്ല, ശാന്തതയില്ല, ശാലീനതയില്ല, അച്ചടക്കമില്ല, വിധേയത്വമില്ല, വിനയമില്ല, വിമർശനം, വിരോധം, വിദ്വേഷം, വിഭാഗികത, ആകപ്പാടെ ഒരുമാതിരി വല്ലാത്ത അനുഭവമാ. സ്നാനപ്പെട്ട് മുങ്ങി പൊങ്ങിയ വ്യക്തിയിൽ ക്രിസ്തുവിനെ അല്ല നമ്മൾ കാണുന്നത്, വേറെ ആരാണ്ടെയൊക്കെയാണ്. സ്തോത്രം. ആർ യു ജീസസ് എന്ന് ചോദിക്കാൻ കഴിയുന്നൊരു പ്രകൃതത്തിലേക്ക് വരണം. ആർ യു ജീസസ് എന്ന് ചോദിക്കുന്നതിന് പകരം ആർ യു ഇസ്കറിയോത്ത ജൂഡ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഗതികേട്, ആർ യു ബറബാസ് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഗതികേട്. നിങ്ങളാണോ യേശു എന്ന് ചോദിക്കുന്നതിന് പകരം ആൻറ്റി നിങ്ങളാണോ ഇസബേൽ എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു ഗതികേട്. എന്തോ ഗതികേടാന്ന് നോക്കണേ. അപ്പോൾ സ്നാനാനന്തര ജീവിതത്തിൻ്റെ ധർമ്മകർമ്മങ്ങൾ 4:12 കേട്ടോ. നിങ്ങൾ തികഞ്ഞവരും ദൈവഗീത സംബന്ധിച്ചൊക്കെയും എന്തോ ചെയ്യണം? പൂർണ്ണ നിശ്ചയം. ഇതൊക്കെ സ്നാനാനന്തരമാണ്. ഇതാണ് കൊലോസ്യ ലേഖനം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പൊ കൊലോസ്യ ലേഖനം ഒന്ന് പഠിക്കാനൊരു ഉത്സാഹം കൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. ഇനി നമ്മുടെ ആശയിലേക്ക് നമ്മൾ വരികയാണ്. സ്തോത്രം. യോഗം എപ്പോൾ തീരുമെന്നുള്ളതായിരിക്കും ഇപ്പോൾ ആശ. തീരുമ്പോൾ തീരട്ടെ എന്നുള്ള സന്തോഷം എത്ര പേർക്കുണ്ട്? എല്ലാ കൈയൊന്നും പൊങ്ങുന്നില്ല. ഇന്ന് ഹർത്താലൊന്നും ഇല്ലെന്ന്, വണ്ടിയുണ്ട്. പിന്നെന്നാ കുഴപ്പം? 5 മിനിറ്റ് കൊണ്ട് ഇവിടെ ഇരുന്നാൽ എന്നാ കുഴപ്പം? സ്തോത്രം. വർഷത്തിൽ ഒരിക്കലല്ലേ ആ സെൻട്രൽ കൺവെൻഷനൊക്കെ ഉള്ളൂ. സ്തോത്രം. പ്രൈസ്. ശ്രദ്ധിച്ചേ. ഇനി ഞാൻ ആശയെക്കുറിച്ച് പറയാൻ പോവുക. ഞാനും സാറും കൂടെയാണ് വാക്യങ്ങൾ ഇനി നിങ്ങൾക്ക് തരിക. ഇനിയുള്ള വാക്യങ്ങളെല്ലാം സാറ് വായിച്ചു കേൾപ്പിക്കും. വ്യക്തമായി ദൈവവചനം വായിക്കാനൊരു കൃപ കർത്താവ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ശ്രദ്ധിച്ചോ. നമ്മുടെ ഏറ്റവും വലിയ ആശ നമ്മുടെ കർത്താവ് തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിനോടുകൂടെ പ്രത്യക്ഷനാകണം. പക്ഷെ ഈ ആശ പൂർത്തിയാകണമെങ്കിൽ, ഈ ആശ പൂരിപ്പിക്കപ്പെടണമെങ്കിൽ നമുക്ക് ചില വ്യക്തിപരമായ ക്വാളിറ്റി ഉണ്ടാകണം. പെന്തക്കോസ്തലായതുകൊണ്ട് പാപ്പച്ചൻ, കറിയാച്ചൻ, അന്നമ്മ, ജിന്നമ്മ, ശോശാമ്മ, മേഴ്സി, ഷൈനി, ജെസി, എബി, മാത്യു എന്നൊക്കെ പേരുള്ളത് കൊണ്ടൊന്നും കയറിപ്പോകത്തൊന്നുമില്ല. മനസ്സിലായോ? പാപ്പച്ചനും കറിയാച്ചനും അന്നമ്മയും ജിന്നമ്മയൊക്കെ ഇവിടെ കിടക്കുമ്പോൾ ഗോപിയും ശശിയും രമണിയും ഗോമതിയും കല്യാണിയും അബ്ദുൾ റഹ്മാനും ലത്തീഫും ലൈല ബീബിയും ഒക്കെ കയറിപ്പോകും. പാപ്പച്ചൻ ഇവിടെ കിടക്കത്തുള്ളൂ, അന്നമ്മ ഇവിടെ കിടക്കത്തേ ഉള്ളൂ, പൊടിയച്ചനും കറിയാച്ചനും ഒക്കെ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പേരിലല്ല കാര്യം, വീട്ടുപേരിലുമല്ല കാര്യം. വീട്ടുപേരൊക്കെ കേട്ടാൽ എന്ന ഗംഭീര പേരാണെന്നറിയോ? രഹബോത്ത്, പെനിയേല്, ബഥേല്, കുരിശുമൂട്ടിൽ, പള്ളി വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ പേര്. ഇതൊക്കെ കേൾക്കുമ്പോഴേ അറിയാം കർത്താവിന്റെ വരവിനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു നടപടി ഉണ്ടാകത്തില്ല. ഇനി ഞാൻ പറയുന്ന യോഗ്യതകളാണ് തേജസ്സിൽ എടുക്കപ്പെടാനുള്ള യോഗ്യത. സ്വതന്ത്രം. കേൾക്കാൻ താല്പര്യമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു കുഴപ്പം കൂടെ ഞാൻ പറയാം. ഞാനത് അങ്ങനെ പറയുമ്പോൾ വേറെ ആരോടും പറയരുത്. എബി എബ്രഹാം എവിടെ വന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് ആരോടും പറയരുത്. അഥവാ പറഞ്ഞ അവരോട് പറയണം, വേറെ ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞിട്ടേ പറയാവൂ. ഓക്കെ. ഈ പുനരാഗമനം എന്ന വിഷയം തൊടുന്ന പല പുള്ളികളും, എല്ലാവരുമല്ല പലരും, പുനരാഗമനം കേൾക്കാനിരിക്കുന്ന നമ്മളെ ഉടനെ നാസായിലോട്ട് കൊണ്ടുപോവുക. നാസയുടെ സൂക്ഷ്മദർശിനിക്ക് അകത്തോടെ നമ്മളെ കയറ്റി ഇറക്കി നാസ കണ്ടുപിടിച്ചതെല്ലാം നമ്മളെ കേൾപ്പിക്കുക. ഉക്രൈൻ റഷ്യ യുദ്ധം, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ കലാപങ്ങൾ, സദ്ദാം ഹുസൈൻ, ബിൻ ലാദൻ, പിന്നെ ട്രംപ്, പിന്നെ മോദിജി, പിന്നെ ഇവര് ജോർജ് ബുഷ് അടക്കമുള്ള വമ്പൻ താരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പുനരാഗമനത്തിൻ്റെ വാക്യം അവിടെ കിടക്കും. ഇന്ന് രാത്രി ഞാൻ നാസയിലോട്ടും കൊണ്ടുപോകുന്നില്ല, ഉക്രൈനിലും കൊണ്ടുപോകുന്നില്ല, എങ്ങും കൊണ്ടുപോകുന്നില്ല. ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്നു കൊണ്ട് ഹൃദയമൊരുക്കത്തോടെ നമ്മൾ ചിന്തിക്കണം, ഇന്ന് രാത്രി കർത്താവിന്റെ കാഹളം മുഴങ്ങാൻ ഞാൻ കയറിപ്പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ ചിന്തിക്കണം. അതിന് തക്ക യോഗ്യമായ ചില വാക്യങ്ങൾ, ലക്ഷണങ്ങളായി തരും. യോഗ്യതകൾ ഉണ്ടാകേണ്ടതിന് പറയുകയാണ്. 1-ാമത്തെ വാക്യം സാർ വായിക്കുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 40-ാമത് വാക്യമാണ്. യോഹന്നാൻ 6:40. യെസ്. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും പിതാവിന്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കാൻ കഴിയണമെങ്കിൽ ഒരു വ്യവസ്ഥ അവിടെ പറയുന്നു. 1, പുത്രനെ നോക്കണം. 2, പുത്രനിൽ വിശ്വസിക്കണം.
3, അതിന്റെ അനന്തരഫലമായി നിത്യജീവൻ പ്രാപിക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ബോധ്യമായി? ഇതാണ് സത്യസുവിശേഷം. പുത്രനെ നോക്കണം. ശ്രദ്ധിച്ചു കേട്ടെ. ഏക രക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവം, ഏക അവതാരം, ഏക മധ്യസ്ഥൻ, ഏക ആരാധ്യൻ, കണ്ടില്ലേ? ഏക യോഗ്യൻ, ഏക നായകൻ, ഏക മാർഗം, ഏക രക്ഷകൻ, ഏക പരിശുദ്ധൻ, ഏക ന്യായാധിപനായ പുത്രനെ എന്തോ ചെയ്യണം? നോക്കണം. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ രക്ഷയ്ക്ക്, മോക്ഷത്തിന്, മുക്തിക്ക്, സായുജ്യത്തിന്, ശാന്തിക്ക്, സമാധാനത്തിന്, വിടുതലിന്, വീണ്ടെടുപ്പിന്, ദൈവോന്മുഖമായ അനുഭവത്തിന് നോക്കേണ്ട ഒരേ ഒരിടമേ ഉള്ളൂ. അത് പുത്രനെയാണ്. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ പുത്രത്വം അംഗീകരിക്കുക, കർത്തൃത്വം അംഗീകരിക്കുക, ദൈവത്വം അംഗീകരിക്കുക, നിരുപാധികമായ അംഗീകരണമാണ് പുത്രനെ നോക്കുക. ഇനി ഒരു ചിന്ത കൂടെ തരാം. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ദൈവമക്കളെല്ലാവരും കാനാവിലെ കല്യാണ വീട്ടിലിറങ്ങിയ പുത്രനെ നോക്കിയിട്ട് കാര്യമില്ല. ഇന്നത്തെ സുവിശേഷമെല്ലാം സമർത്ഥിയുടെ സുവിശേഷമാണ്. പുത്രനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥമാക്കുന്നതെന്നറിയാമോ? ഗത്സമനിയുടെ പച്ചമണ്ണിൽ വീണ് കിടക്കുന്ന പുത്രനെ നോക്കണം. ഗബ്ബഥായിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെടുന്ന പുത്രനെ നോക്കണം. ഗോൽഗോഥായിൽ നമുക്ക് വേണ്ടി കാരിരുമ്പാണിയിൽ തറയ്ക്കപ്പെട്ട പുത്രനെ നോക്കണം. എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പുത്രനെ നോക്കണം. ഒടുവിൽ റൂമാല് കൊണ്ട് ശീല കൊണ്ട് പൊതിഞ്ഞു കെട്ടിയ പുത്രൻ്റെ ശരീരത്തെ നോക്കണം. എന്നിട്ട് ആ ശരീരം വഹിച്ചുകൊണ്ട് കല്ലറയ്ക്കകത്തേക്ക് കൊണ്ടുപോകുന്ന കല്ലുരുട്ടി വെക്കുന്നത് നോക്കണം. നോക്കിയിട്ട് ആകപ്പാടെ വല്ലാത്ത മാനസികാവസ്ഥയിൽ തിരിഞ്ഞു നടക്കണ്ട. ചില സമയങ്ങൾ അവിടെ നിൽക്കെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നത് കാണാൻ പറ്റും. കല്ലുരുണ്ട് മാറുന്നത് കാണാൻ പറ്റും. തിളക്കമുള്ള 2 ദൂതന്മാർ അവിടെ പ്രത്യക്ഷമാകുന്നത് കാണാൻ പറ്റും. മനസ്സിലായോ? അവിടുന്ന് തേജോമയനായ കർത്താവ് ഇറങ്ങി വരുന്നത് കാണാൻ പറ്റും. ഒരലക്കുകാരനും വെളുപ്പിക്കാൻ കഴിയാത്ത വിധം തേജസ്സോടുകൂടെയുള്ള വസ്ത്രം ധരിച്ച് കർത്താവ് പുറത്തു വരുന്നത് കാണാൻ പറ്റും. റോമാ സാമ്രാജ്യത്തിന്റെ എല്ലാവിധമായ മോഹനങ്ങളെ, അവരുടെ താല്പര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് യഹൂദ മതമേലധ്യക്ഷന്മാരുടെ സകല സ്വാർത്ഥതകളെയും ഉടച്ച് തരിപ്പണമാക്കിക്കൊണ്ട് എൻ്റെ കർത്താവ്, ഹേ മരണമേ നിന്റെ ദൈവം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്ന പുത്രനെ നോക്കണം. അവനെ നോക്കുന്നവൻ അവനിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുവിനെ നോക്കി യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് എന്തൊക്കെ കിട്ടുമെന്നും കൂടെ ഞാൻ വേഗം പറയാം. സ്തോത്രം. വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചെടുത്തോണം, വായിപ്പിക്കുന്നില്ല ഞാൻ. സ്തോത്രം. പുത്രനിൽ വിശ്വസിക്കുന്നവന് കിട്ടുന്നത് എന്തൊക്കെയാണ്? 1 2 3 4 5 6 എന്നിങ്ങനെ പറയാം. ശ്രദ്ധിച്ചു. 1, പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് പാപമോചനം. സ്തോത്രം. പറയാമോ? അപ്പോസ്തലപ്രവൃത്തി 10:43 വാക്യം. പാപമോചനം. പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ പാപമോചനം കിട്ടൂ. കുന്നുകയറി മലയിറങ്ങി പുഴ താണ്ടി കടൽ നീന്തി ദേഹദണ്ഡന പ്രക്രിയകൾ ചെയ്ത് പാപമോചനത്തിന് വഴിയൊരുക്കുന്ന മതങ്ങളുടെ വ്യർത്ഥമായ പഠിപ്പിക്കലുകളിൽ വകഞ്ഞു മാറ്റിയിട്ട് നമ്മൾ ഉറക്കെ പറയുന്നു, പുത്രനിൽ നോക്കി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന് പാപമോചനം. ആ പാപമോചനം പ്രാപിച്ചവർ കർത്താവിനെ സ്തുതിച്ചേ. 2, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 3:15, 3:35 വാക്യങ്ങൾ. 3:39, 3:15, 3:39. പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തോ ഉണ്ട്? നിത്യജീവനുണ്ട്. മനസ്സിലായി? അതുകൊണ്ട് പുത്രനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ പാപമോചനമുണ്ട്, നിത്യജീവനുണ്ട്. ഇനി കേൾക്കണോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് പുത്രത്വമുണ്ട്. ഗലാത്യലേഖനം 3:26. മനസ്സിലായോ? ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ആരായി തീർന്നിരിക്കുന്നു? ദൈവ മക്കൾ. അതാണ് പുത്രത്വം എന്ന് പറയുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് മാത്രമേ പുത്രത്വം ലഭിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ട് അവനെ നോക്കണമെന്ന് പറയുന്നു. ഇനി കേൾക്കണോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നീതീകരണമുണ്ട്. റോമാലേഖനം 5:1 വാക്യം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് എന്തോ ഉണ്ട്? ദൈവത്തോട് സമാധാനമുണ്ട്. ആ സമാധാനം അനുഭവിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് സമാധാനമുള്ളത് എന്നറിയണം. അടുത്തത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് ദൈവപ്രസാദമുണ്ട്. എവിടെ വാക്യം? യോഹന്നാന്റെ സുവിശേഷം 6:28-29. 28 പരീശന്മാർ ചോദിക്കുന്നു, ദൈവം പ്രസാദിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ മറുപടി 29, അവൻ അയച്ച ഒരുവനുണ്ട്, അവനിൽ വിശ്വസിച്ചാൽ മതി, ദൈവം നിങ്ങളിൽ പ്രസാദിക്കും. അപ്പൊ ദൈവം പ്രസാദിക്കണമെങ്കിൽ ആരിൽ വിശ്വസിക്കണം? യേശുവിൽ. വെട്ടി വഴിപാടിലല്ല ദൈവം പ്രസാദിക്കുക. ദാനധർമ്മങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ളതായിരിക്കുന്ന പുണ്യപ്രവർത്തനങ്ങൾ
പ്രവർത്തികൾ, പുണ്യസ്ഥല സന്ദർശനങ്ങൾ, ഇതിലാ ദൈവത്തിന്റെ പ്രസാദമെന്ന് പറഞ്ഞ് ചെരുപ്പിട്ടും ചെരുപ്പിടാതെയും വിവിധ നിറത്തിലുള്ള തുണി അണിഞ്ഞും അണിയാതെയും ഒക്കെ ബഹുദൂരം കുന്നിറങ്ങി മല താണ്ടി കയറിപ്പോകുന്ന നിരവധി ആളുകളെ കണ്ടില്ലേ? എന്നാൽ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപനം ചെയ്യുന്നു, എന്താ? ദൈവം അയച്ച ഒരുവനിൽ വിശ്വസിക്കുന്നവനിൽ ദൈവം പ്രസാദിക്കും. ആ പ്രസാദം പ്രാപിച്ചവർക്ക് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ പുത്രനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുക, അങ്ങനെ വിശ്വസിക്കുന്നവൻ എന്തോ ഉണ്ടാകുമെന്ന? നിത്യജീവൻ ഉണ്ടാവും. വിശ്വാസത്തിന്റെ സംസ്കാര തനിമ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. അവന് നിത്യജീവൻ ഉണ്ടാവും. നിത്യജീവൻ പ്രാപിച്ചവനെ അടുത്ത ഒരു പ്രോമിസ് അവിടെ പറയുന്നത് കേട്ടോ. ഏതാ? 40-ാം വാക്യത്തിൽ പറയുന്നു, അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. കല്ലറയ്ക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല, കല്ലറയ്ക്ക് ഒതുക്കി വെക്കാൻ പറ്റില്ല. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും കൂടെ പണിതുറപ്പിച്ച കനത്ത സ്ലാബ് ഉണ്ടല്ലോ കല്ലറയുടെ, ആ കനത്ത സ്ലാബിനെ നമ്മളൊരു കമ്പിളി പുതപ്പ് പോലെ എടുത്തു മാറ്റി പുറത്തു വരുന്നൊരു ദിവസമുണ്ട്. കർത്താവ് പറയുന്നു, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആഴക്കുഴിയിലേക്ക് ഇറക്കി വെച്ചതാണെങ്കിലും അവിടെ നമ്മൾ ഉയർത്തു വരും. അതൊരു വലിയ വാഗ്ദത്തമാണ്. അപ്പൊ പുത്രനിലെ വിശ്വാസമാണ് ഉയർപ്പിന് കാരണമാകുന്നത്. സ്തോത്രം. ആ ചിന്ത അങ്ങനെ വിടുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, വിശ്വാസത്തിന്റെ സംസ്കാരത്തിൽ ജീവിച്ചോണം. വിശ്വാസം ഒരു സംസ്കാരമാണ്. ബൗദ്ധികമായിരിക്കുന്ന ഒരു ഇടപാട് മാത്രമല്ല വിശ്വാസം. വിശ്വാസം ഒരു സംസ്കാരമാണ്. അതിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റണം. ഓക്കെ, രണ്ടാമത്തെ യോഗ്യത പറയുക. ഓക്കെ, രണ്ടാമത്തെ യോഗ്യത തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനോടൊപ്പം ചേരണമെങ്കിൽ രണ്ടാമതൊരു യോഗ്യതയുണ്ട്. സാർ വായിക്കുന്ന വാക്യം അതെന്ന് പറയുന്നത് റോമാലേഖനം 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യമാണ്. അവന്റെ മരണത്തിന്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തോടും ഏകീഭവിക്കും. ഹല്ലേലൂയ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ? പുനരുത്ഥാനത്തിന്റെ കനത്തൊരു ദൈവശാസ്ത്രമാണ്. ശ്രദ്ധിച്ചു കേട്ടോണം. കർത്താവിന്റെ മരണത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുക എന്നതിന്റെ അർത്ഥം. അവന്റെ മരണമടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒരേ ഒരു കർമ്മം ഏതാ? സ്നാനമാ. അതിനോട് ഏകീഭവിച്ചവർക്ക് മാത്രമേ എന്തിനോട് ഏകീഭവിക്കാൻ പറ്റൂ? സ്നാനപ്പെട്ടില്ല എന്താ ഉദ്ദേശിച്ച്? സ്വർഗത്തിൽ പോകത്തില്ലെന്ന് ചോദിക്കും. പോകത്തില്ലെന്ന് തന്നെ എൻ്റെ മറുപടി. പെന്തക്കോസ്തുകാർ തട്ടിക്കൂട്ടിയതല്ല ആൻറ്റി സ്നാനം എന്ന് പറയുന്ന ഇടപാട്. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി ആരെങ്കിലും സ്നാനം എന്ന് പറയുന്ന വിഷയത്തെ അവജ്ഞയോടെ കാണുന്നെങ്കിൽ ഓർത്തോണം, പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കാൻ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിച്ചേ പറ്റൂ. അതാണ് സ്നാനം. ഇനി അതിന്റെ വിശദീകരണം പറയാം. ശ്രദ്ധിച്ചു കേട്ടോണം. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. റോമാലേഖനം 3-ന്റെ 5-ാമത് വാക്യമാണ് വായിച്ചു കേട്ടത്. പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കണമെങ്കിൽ മരണത്തിന്റെ സാദൃശ്യത്തോടെ എന്തോ ചെയ്യണം? ഏകീഭവിക്കണം. ഇനി 2 വാക്യം കൊണ്ട് അതിന്റെ കൂട്ടത്തിൽ ചേർത്തോണം. റോമാലേഖനം 6-ന്റെ 3-ാം വാക്യം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. ബാക്കി പറ. സ്നാനമേറ്റ. അപ്പൊ സ്നാനമേറ്റത് എന്തിനാ? യേശുക്രിസ്തുവിനോട് ചേരുവാനാണ്. ഇനി ഗലാത്യ ലേഖനം 3-ന്റെ 27-ാം വാക്യം, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ. ഈ 2 വാക്യം മറക്കരുത്. ക്രിസ്തുവിനോട് ചേരുവാൻ. ഏതൊക്കെ വാക്യം? റോമർ 6-ന്റെ 3-ാം വാക്യം, ഗലാത്യർ 3-ന്റെ 27-ാമത് വാക്യം. ഈ 2 വാക്യങ്ങളിൽ ആരോട് ചേരാനാ? ക്രിസ്തുവിനോട് ചേരാൻ. ക്രിസ്തുവിനോട് ചേരാൻ. എന്റെ ചോദ്യം, ക്രിസ്തുവിനോട് ചേർന്നാൽ നാം ആരായി മാറും? ക്രിസ്തുവിനോട് ചേരുന്നവൻ ക്രിസ്തുവുമായി എന്തുമാകും? ഏക നോ, ശരീരമല്ല. ഏക ശരീരമാകുന്നു എന്ന് പറയുന്ന ഉൽപ്പത്തി 2-ന്റെ 24-ാം വാക്യം. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ശരീരം, ദേഹമായി മാറും. പക്ഷേ കർത്താവിനോട് പറ്റിച്ചേരുന്നതിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, ഗംഭീരമായ വാക്യം. 1 കൊരിന്ത്യർ 6-ന്റെ 17-ാം വാക്യം. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകും. സ്നാനത്തിന്റെ പ്രസക്തി പഠിച്ചോണേ, ശ്രദ്ധിച്ചു പഠിച്ചോണേ. ഞാൻ ഈ പറയുന്ന ചിന്ത മറക്കല്ലേ ഒരിക്കലും. പുരുഷൻ സ്ത്രീയോട് പറ്റിച്ചേർന്നാൽ ഒരു ദേഹമായി മാറും, സ്ത്രീ പുരുഷനോട് പറ്റിച്ചേർന്നാലും ഒരു ദേഹമായി മാറും. അതുകൊണ്ടാണ് നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ അടക്കമുള്ളവർ വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ ഇനി ഇവർ 2 അല്ല 1 അത്രേ, ഒരു ദേഹമേ ആയിട്ടുള്ളൂ. മനസ്സിലായോ? എന്ന് വരെ ഉഭയസമ്മതത്തിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, മരണം നമ്മെ വേർപിരിക്കും നാൾ വരെ. അപ്പൊ ദാമ്പത്യ ജീവിതത്തിന്റെ ചേരൽ പ്രക്രിയ എന്നുവരെയാണ്? മരണം വേർപിരിക്കുന്ന ആൾ വരെ. ഒരാളെ അടിച്ചു പിടിച്ച് മരണം കൊണ്ടുപോയെന്നിരിക്കട്ടെ, ആ ഭൗതിക ശരീരത്തിന്റെ വീട്ടിലുള്ള ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് പ്രധാന കാർമ്മികൻ പറയുന്നു, ഇനി നമ്മൾ ഭൗതിക ശരീരത്തെ അങ്ങ് സെമിത്തേരിയിലേക്ക് എടുക്കുകയാണ്. ശുശ്രൂഷകന്മാർ വെളിയിലേക്ക് ഇറങ്ങി വേണ്ടപ്പെട്ടവർ അടുത്തോട്ട് വരുമ്പം അമ്മാമ്മ വീണ് കിടന്നൊരു കരച്ചിലുണ്ട്, അയ്യോ കൊണ്ടുപോകല്ലേ, ഞങ്ങളുടെ അച്ഛനെ കൊണ്ടുപോകല്ലേ എന്നും പറഞ്ഞൊരു നിലവിളിയുണ്ട്.
എടുക്കാൻ വന്നവരെല്ലാം പറയാം, എന്നാൽ കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞുള്ള അവസ്ഥയൊന്നും ആലോചിച്ച്. അയ്യോ, അത് നാട്ടുനടപ്പനുസരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ബ്രദറെ, എടുത്തോണ്ട് പൊക്കോളം പറയും. കാരണം ഈ ദേഹം ജീവൻ പോയതാ, ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെയാ ഭാര്യ മരിച്ചെങ്കിൽ ഭർത്താവും കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറയും. പക്ഷെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ല, കൊടുത്തു വിട്ടേ പറ്റത്തുള്ളൂ. ഇവർ ഒന്നായിരുന്നു. ദേഹമായതുകൊണ്ട് ദേഹം മരിച്ചപ്പോൾ പിന്നെ ഒരു പ്രയോജനവുമില്ല. ഒന്നുകിൽ വിഭാര്യത്വം അല്ലെങ്കിൽ വൈധവ്യം ആചരിച്ചെങ്കിലേ പറ്റൂ. പുനർവിവാഹം വേണമെങ്കിലാകാം, സമൂഹം തടസ്സമല്ല. ഓക്കെ, എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. കർത്താവിനോടൊരുവൻ സ്നാനത്താൽ പറ്റിച്ചേർന്നാൽ ദേഹമല്ല, മരണം ബാധിക്കുന്ന ദേഹമല്ല, മരണത്തിന് തൊടാനാവാത്ത ആത്മാവായി മാറുകയാണ്. ആത്മാവായി മാറിയാൽ ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് സ്നാനപ്പെട്ടവൻ കർത്താവിനോട് ഏകാത്മാവായാൽ അവന് മാത്രമേ ആത്മമണ്ഡലത്തിൽ പ്രവേശനമുള്ളൂ. സ്നാനത്തിന്റെ ബോധ്യം മനസ്സിലായവർ എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? സ്നാനപ്പെടാത്ത ഒറ്റ വ്യക്തിക്കും ആത്മമണ്ഡലത്തിൽ പ്രവേശനമില്ലെന്നാ പറയുക. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനകാരൻ പറയുന്നത് മാംസരക്തങ്ങൾ സ്വർഗരാജ്യം എന്തോ ചെയ്യത്തില്ല. കൺവെൻഷന് സ്നാനത്തെ കുറിച്ചൊക്കെ കേൾക്കുന്ന ഇഷ്ടമാണോ? അതോ ഗോലിയത്തിനെ ഇറക്കി വിടണോ? ഒരു അസ്ഥിയുടെ കഷ്ണമൊക്കെ കൊടുത്ത് ശിംശോനെ ഇറക്കി വിടണോ? ഒരു സ്തോത്രമൊക്കെ പറയാൻ വേണ്ട, ഉപദേശം കേൾക്കണം. സ്നാനം അങ്ങനെ പറഞ്ഞപ്പം വളരെ സന്തോഷം തോന്നിയല്ലേ? അതുകൊണ്ട് ആദ്യം ഞാൻ സ്നാനാനന്തര ജീവിതം പറഞ്ഞത്. സ്നാനപ്പെട്ടത് കൊണ്ട് മാത്രം കയറിപ്പോകുമെന്ന് വിചാരിക്കരുത്. സ്നാനാനന്തരം അതിൻ്റെ പവിത്രത കാത്തുകൊള്ളണം. അതിൻ്റെ ഗൗരവമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സ്നാനപ്പെട്ടവൻ കർത്താവുമായി ഏക ശരീരമല്ല, ഏക ആത്മാവാകുകയാണ്. ആത്മാവിന് മരണമില്ല, ആത്മാവിന് കല്ലറയില്ല, ആത്മാവിനെ ആർക്കും ഒടുക്കാനും പറ്റില്ല. ആത്മാവ് അമർത്യതയുടേതാണ്, ആത്മാവ് അവിനാശിയാണ്. അതുകൊണ്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തുവിനോട് ചേരുന്നു, അവനുമായി ഏകാത്മാവാകുന്നു. അങ്ങനെ വരുമ്പോൾ നാം ഒരുമിച്ച് ആത്മമണ്ഡലത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. അപ്പോൾ നമ്മൾ ഏറ്റ സ്നാനമെന്ന് പറഞ്ഞ പെന്തക്കോസ് ഉപദേശി വർഗത്തിന്റെ ഏതെങ്കിലും ഒരു ഇടപാട് സാധിച്ചതല്ല, അതിൻ്റെ ഒരു കർമ്മം നടത്തിയതല്ല. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച ഉപദേശത്തോട് ഏകീഭവിച്ചത്. അതിൽ സന്തോഷമുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. കുഞ്ഞുങ്ങൾ ഓരോരുത്തരും വളർന്ന പക്വതയിലേക്ക് വരുമ്പോൾ സ്നാനം വീട്ടിൽ തന്നെ പഠിപ്പിക്കണം, പപ്പയും മമ്മിയും ഒക്കെ കൂടി. മനസ്സിലായോ? എന്നിട്ട് അവരെ സ്നാനത്തിലേക്ക് നയിക്കണം, എന്നിട്ട് പാസ്റ്റർ അടുക്കൽ അവരെ എത്തിക്കണം. മനസ്സിലായോ? എന്നിട്ട് അവരെ സ്നാനത്തിലേക്ക് നിർബന്ധിക്കരുത്, അവർക്കതിൻ്റെ ബോധവൽക്കരണം കൊടുക്കണം. അങ്ങനെ അവർ ക്രിസ്തുവുമായി ഏകാത്മാവാകണം. അങ്ങനെ സ്നാനപ്പെട്ട് പവിത്രത, പരിപാവനത, അനന്യത, നീതിയിൽ നിലനിൽക്കുന്നവരെ ഒടുക്കത്തെ നാളിൽ കർത്താവ് ഉയർപ്പിക്കും. അപ്പോൾ ഒടുക്കത്തെ നാളിൽ ഉയർക്കണമെങ്കിൽ ഒന്ന്, ക്രിസ്തുവിനെ എന്തോ ചെയ്യണം? വിശ്വസിക്കണം. രണ്ട്, ക്രിസ്തുവിനോട് എന്തോ ചെയ്യണം? ഏകാത്മാവാകണം. മൂന്നാമത്തെ യോഗ്യത പറയാം. മൂന്നാമത്തെ യോഗ്യതയും 6-ാം അധ്യായം അതിൻ്റെ 54-ാം വാക്യം സാർ വായിച്ചേ. യോഹന്നാൻ 6:54. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്തോണ്ട്? നിത്യജീവൻ. അടുത്ത പ്രയോഗമാണ് വേണ്ടത്. ഞാൻ ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം ആരെ ഉയർപ്പിക്കുന്നതെന്ന് അറിയാമോ? വിശ്വാസ ജീവിതം, സഭാജീവിതം നയിക്കുമ്പോൾ കർത്തൃമേശ എന്ന് പറയുന്ന മഹത്തായ ശുശ്രൂഷ അതിൻ്റെ തനിമയോടെ നിർവഹിക്കുന്നവനെ ഉയർത്തെഴുന്നേൽക്കുന്നത്. കർത്തൃമേശയിൽ അവലക്ഷണം കാണിക്കല്ലേ. യോഗ്യതയുള്ളവർ മാത്രം അതിനകത്ത് സംബന്ധിക്കണം. മനസ്സിലായില്ലേ? അവരെ ഞാൻ ഒടുക്കത്തെ നാളിൽ എന്തോ ചെയ്യുമെന്ന ഉയർത്തെഴുന്നേൽപ്പിക്കാം. നമുക്ക് കർത്തൃമേശ ഒരു ആഘോഷമായി മാറിയിട്ടുണ്ട് ഇപ്പം, അല്ലേ? എല്ലാവരും അതിനകത്ത് അങ്ങ് പങ്കാളി. ഞാൻ എടുത്തില്ല എന്നെ വിചാരിക്കുമെന്ന് ഓർത്ത് അത് അതിനകത്ത് പങ്കുചേരുക. പണി വാങ്ങിച്ച് കെട്ടരുത്. ഞാനൊരു കാര്യം തുറന്നു പറയാം. ശലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക് ഒരു തളികയിൽ അപ്പവും വീഞ്ഞുമായി നിൽപ്പുണ്ട്. ആർക്കാണ് സാർ ഇതിന്? ആർക്കും കൊടുക്കാൻ വേണ്ടി? ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നോ, ഞങ്ങൾക്ക് ആർക്കുമുള്ളതല്ല. പിന്നാർക്കായത്? ജയിച്ചു കയറി വരുന്നവന് കൊടുക്കാനുള്ളതാണ്. 5 രാജാക്കന്മാരെ തോൽപ്പിച്ചോടിച്ച് ജയാളിയായി ഇപ്പോൾ ഒരുവൻ കയറി വരും, അവന് കൊടുക്കാൻ. ആരാ അത്? ഇവിടെ നിൽക്ക് കാണിച്ചു തരാം, ഇവിടെ നിൽക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇരിക്കുമ്പോൾ വിജയശ്രീലാളിതനായി ഒരുവൻ കയറി വരുന്നു. ആരാ അത്? പരമസാത്വികനായ, പരമഭക്തനായ,
ശക്തനായ അനുസരണത്തിൻ്റെ, ഭക്തിയുടെ, ആരാധനയുടെ, യാഗകർമ്മങ്ങളുടെ ഏറ്റവും അനുഗ്രഹീത ആളത്വമായി അബ്രഹാമിന്റെ സൗമ്യനായി കയറി വരിക. അബ്രഹാമിനെ എതിരേൽക്കുമ്പോൾ കൊടുത്തതാണ് അപ്പവും വീഞ്ഞും. ആ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ മാംസവും രക്തവുമാണെന്നൊരു തിയോളജി ഇല്ല, അങ്ങനെ ഒരു പഠിപ്പിക്കലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉപദേശപരമല്ല. പക്ഷേ ഞാൻ പറയുന്ന അപ്പവും വീഞ്ഞും കഴിക്കുവാനുള്ള യോഗ്യത ജയം പ്രാപിക്കുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ ശരീരവും രക്തവും രൂപകമായിട്ടുള്ള, സദൃശ്യമായിട്ടുള്ള അപ്പവും വീഞ്ഞും കഴിക്കുക എന്ന് പറയുന്നതിന് യോഗ്യത എന്തുവെന്ന് പറ? ജയം പ്രാപിച്ചേ പറ്റൂ, ജയം പ്രാപിച്ചേ പറ്റൂ. അങ്ങനെ ജയത്തോടുകൂടെ ഇത് അനുഭവിച്ചവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കുമെന്നാണ്. കുശുമ്പ്, കുന്നായ്മ, ഈർഷ്യ, പക, ക്രോധം ആദിയായ വിമർശന, വിരോധ, വിദ്വേഷങ്ങൾ, നാത്തൂനും മിണ്ടുന്നില്ല, അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ മിണ്ടുന്നില്ല. പക്ഷേ അങ്ങോട്ട് നീട്ടിക്കൊടുക്കുന്ന അപ്പക്കഷണങ്ങളിൽ ഏറ്റവും വലിയതായി എടുത്ത് തിന്നുന്നേ പണി ഉറപ്പാകും. മനസ്സിലായോ? പൗലോസ് പറയുന്നൊരു ഭയങ്കര കാര്യമുണ്ട്. എന്തുവാണെന്നറിയാമോ? തിന്നുന്നവൻ തനിക്ക് താൻ എന്തോ തിന്നുന്നു. ഒയ്യോ, അതെന്നാ സംഭവം എന്നറിയാമോ? തനിക്ക് താൻ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. 2-ാം ദിവസം കൺവെൻഷൻ കഴിഞ്ഞിട്ട് വന്ന എല്ലാവർക്കും ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടെന്നിരിക്കട്ടെ. ഇല്ല, അങ്ങനെ ഉണ്ടെന്നിരിക്കട്ടെ. യോഗം കഴിഞ്ഞ് നമ്മളെല്ലാം കൂടെ ഗ്രൗണ്ടിൽ നിന്ന് വട്ടം ചിക്കൻ ബിരിയാണി കഴിക്കുക. സെൻട്രൽ പാസ്റ്റർ എല്ലാവരും അനുമോദിച്ചു, സെൻട്രൽ സെക്രട്ടറിയെ, വൈസ് പ്രസിഡന്റിനെ ഒക്കെ നമ്മൾ അനുമോദിച്ചു. ഗംഭീരമോ, ഭയങ്കര ടേസ്റ്റാ, എവിടെ ഇത് ഓർഡർ കൊടുത്തതെന്നൊക്കെ നമ്മൾ ചോദിച്ചു. എല്ലാവരും കഴിച്ചു കുടിച്ച് സന്തോഷമായി പോയി. വയനാട് കൺവെൻഷന് പോയത് നഷ്ടമായില്ല, ചിക്കൻ ബിരിയാണി കഴിച്ചാൽ ഞങ്ങൾ വന്നേന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം അറിയുന്നു. നമ്മുടെ കൂടെ ചിക്കൻ ബിരിയാണി കഴിച്ച ഒരു പുള്ളി ഐസിയുവിലാണ്. എന്താ പറ്റിയെന്നറിയാമോ? ചിക്കൻ ബിരിയാണി കഴിക്കരുതാത്ത അസുഖമുള്ള ആളായിരുന്നു. മഞ്ഞപ്പിത്തമെന്ന് കേട്ടിട്ടുണ്ടോ? അത് കൂടി നിന്ന സമയത്താ പുള്ളി എന്തോ കഴിച്ചേ? ഒരേ ചെമ്പിൽ നിന്ന് വിളമ്പിയ ചിക്കൻ ബിരിയാണി പുള്ളിക്കേ ദോഷമായുള്ളൂ, ബാക്കി ആർക്കും ദോഷമായില്ല. ഒരേ ബ്രെഡിന്റെ അല്പം കഴിച്ച ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല. പാപത്തെ ജയിക്കാൻ കഴിയാഞ്ഞവൻ മൂക്കും കുത്തി വീണു. അത് നടത്തിയ ദൈവദാസന്റെ കുഴപ്പമല്ല, കൂടെ കഴിച്ചവരുടെ കുഴപ്പമല്ല. നിന്നെ ശോധന ചെയ്യാഞ്ഞതുകൊണ്ട് പറ്റിയതാണ്. കർത്തൃമേശയിൽ പിഴവ് വരുത്തുന്ന ഒരു വ്യക്തിയും കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തില്ല. എത്ര പേർക്ക് ബോധ്യമാകുന്നുണ്ട് ഞാൻ പറയുന്നത്? നമ്മുടെ പെരുന്നാളുകൾക്കെല്ലാം ഉണ്ടല്ലോ കർത്തൃമേശ, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കും വക്കാണും മൊബൈലിനകത്തൂടെ, വാട്സപ്പിനകത്തൂടെ, യൂട്യൂബിനകത്തൂടെ, ഫേസ്ബുക്കിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്തത് എല്ലാം പറഞ്ഞിട്ട് വട്ടം ഇരുന്ന് ഇതും കൂടെ തിന്നിട്ടാ പോന്നേ. ഒരു സോറി പോലും പറയാതെ. ഇതിനൊക്കെ വരാൻ പോകുന്ന ശിക്ഷാ നടപടി കാണേണ്ടത് തന്നെയാണ്. ആവശ്യമില്ലാത്ത ദോഷമൊന്നും വരുത്തി വെക്കാതിരിക്കാൻ വിശുദ്ധ ഭോജ്യങ്ങൾ കഴിക്കുന്നതിന് യോഗ്യത വേണം. നന്നായി കഴുകണം. വേറൊരാളെ കഴുകാൻ പറ്റത്തില്ല, നാം സ്വയം കഴുകണം. അതിനാ പൗലോസ് ഒരു പദം ഉപയോഗിക്കുന്നു, തന്നെത്താൻ ശോധന ചെയ്തിട്ട് ഇത് കഴിക്കാവൂ. അപ്പൊ അങ്ങനെ കഴിക്കുന്നവന്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ എന്തോ ചെയ്യും? അപ്പോൾ ഉയർത്തെഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ഈ അപ്പവും വീഞ്ഞും കഴിക്കുന്നതിൻ്റെ യോഗ്യത നിലനിർത്തണം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. സമയം വേഗം മുൻപോട്ട് പോവുകയാണ്. അടുത്ത ഒരു ചിന്ത കൂടെ പറയാം. അടുത്തത് വളരെ അപ്പം ആദ്യം പറഞ്ഞതൊന്നും മറക്കരുത്. യോഹന്നാൻ 6:40 പുത്രനെ നോക്കണം, പുത്രനെ വിശ്വസിക്കണം. രണ്ടാമത് പറഞ്ഞത് മറക്കരുത്, പുത്രനോട് എന്തോ ചെയ്യണം? ചേരണം സ്നാനത്താൽ. അടുത്തത് കർത്തൃമേശ ഭോജ്യം ഭക്തിയോടെ അനുഷ്ഠിക്കാൻ കഴിയണം. അതിനകത്തൊരു പിഴവും വരാൻ പാടില്ല. അങ്ങനെ ജീവിതത്തെ സംശുദ്ധമായി സുതാര്യമായി കാക്കുന്നവന്റെ ശരീരമാണ് ഉയർക്കാൻ യോഗ്യതയുള്ളത്. അപ്പൊ തേജസ്സിൽ പ്രത്യക്ഷനാകുന്ന കർത്താവിനോടൊപ്പം തേജസ്സിൽ വെളിപ്പെടണമെങ്കിൽ 3 യോഗ്യതകളായി. 4മതൊരു യോഗ്യത ഘനമുള്ളത്. കേട്ടോണേ സാറേ, വായിച്ച് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ. ഭോജ്യങ്ങൾ വയറ്റിനും വയറ് ഭോജ്യങ്ങൾക്കും ഉള്ളത്, എന്നാൽ ദൈവം ഇതിനെയും അതിനെയും ഇല്ലായ്മയാക്കും. അടുത്തത് ശരീരമോ ദുർനടപ്പിനല്ല. ശ്രദ്ധിച്ചു കേട്ടോണം ആ ഭാഗം. ശരീരമോ എന്തിനല്ല? ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവിന് ശരീരം. അടുത്തത് കർത്താവ് ശരീരത്തിനും. ഇത്രയും കാര്യം 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുക. ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനാണ്, കർത്താവ് ശരീരത്തിനും. എല്ലാം കേട്ടോണം, പെണ്ണുമാണും കേട്ടോണം, മുതിർന്നവരും ഇളമുറക്കാരും കേട്ടോണം. നമുക്കൊരു ശരീരമുണ്ട്. സ്വന്തം ശരീരത്തിൽ സംതൃപ്തിയുള്ള എത്ര പേരുണ്ട്? ചുമ്മാ പറയരുത്. സ്വന്തം ശരീരത്തിൽ സംതൃപ്തി ഉണ്ടോ?
ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പെറുവിറുക്കുന്ന കണ്ടിട്ടുണ്ടോ ചിലർ? ഓ, എൻ്റെ ഒരു മൂക്ക്, എൻ്റെ ഒരു കവിൾ, എൻ്റെ ഒരു നെറ്റിത്തടം, ഒരു ടിൻ്റെ പൗഡർ ഉണ്ടെങ്കിലും തേച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല, എത്ര ക്രീം വേണം, ഇത്ര വേണ്ടായിരുന്നു, ആ നെറ്റി പോലെ, ആ മൂക്ക് പോലെ, ആ കവിൾ പോലെ മതിയായിരുന്നു എന്നൊക്കെ ഒരു ഉള്ളിലൊരു വല്ലാത്ത പരിദേവനമില്ലേ? അങ്ങനെ പരാതിയും പരിദേവനും പറഞ്ഞ് റോഡിലിറങ്ങിയപ്പോൾ വണ്ടി അതിൻ്റെ പാട്ടിന് പോയി. പിന്നെ ഒരു ഓട്ടോ കൈ കാണിച്ച് നിർത്തിയപ്പോഴാണ് സ്ഥലത്ത് എത്താൻ പറ്റിയത്. അങ്ങനെയൊക്കെ എത്രയോ അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്വന്തം ശരീരത്തിൽ സംതൃപ്തി വേണം. നമുക്ക് പറ്റിയതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റും? കോട്ടയത്തൊരു കൺവെൻഷൻ കഴിഞ്ഞ് അവസാനത്തെ പാട്ട് കേൾക്കാറായി കാഹളധ്വനി, പാട്ടുകാരെ പാട്ടേൽപ്പിച്ചു. വേർത്ത് കുളിച്ച് ഞാൻ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി, ഗ്രൗണ്ട് പന്തലിന് വെളിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറേ ചെറുപ്പക്കാരവിടെ നിൽപ്പുണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ്റെ കമൻറ്റ് ഞാൻ ലൈവ് കേൾക്കുക, എൻ്റെ പ്രസംഗത്തെക്കുറിച്ചുള്ളൊരു കമൻറ്റ്. പുളകിതനായിപ്പോയി ഞാൻ. അവൻ പറയുന്ന കമൻറ്റ് എന്താണെന്നറിയും? സൂപ്പർ പ്രസംഗമായിരുന്നു, ഇങ്ങനെ വേണം പ്രസംഗിക്കാൻ. പ്രസംഗാൻ അടുത്ത് നിൽക്കുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ചെന്ന് നിന്നാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പം അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ മൈക്കിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്, പുള്ളി ഒച്ചത്തിൽ പറഞ്ഞു, ഇങ്ങനെ വേണം പ്രസംഗം, സൂപ്പർ പ്രസംഗമായിരുന്നു. എനിക്കങ്ങ് അഭിമാനം തോന്നി. അവൻ്റെ കൂട്ടുകാരൻ പറയുക, പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷേ നിറം കൊണ്ട് പോയെന്ന്. പ്രസംഗം കൊള്ളാം, പക്ഷേ ഞാനങ്ങ് വല്ലാതായിപ്പോയി. പിന്നെ ഒരു പരുവത്തിൽ ഞാൻ വീട്ടിൽ വന്നു. എൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ ഭാര്യ എന്നോട് ചോദിച്ചു, എന്നാ പറ്റി, പ്രസംഗം 8 നില പൊട്ടിയോ? ഞാൻ പറഞ്ഞു, കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചു ശക്തമായി. പിന്നെ എൻ്റെ മുഖത്തൊരു വാട്ടം. അപ്പം ഞാൻ ഈ സംഭവം പറഞ്ഞു. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, പറഞ്ഞവനോട് പോയി പണി നോക്ക്, നിങ്ങൾ സുന്ദരനല്ലേ. അപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. സ്വതന്ത്രം. അപ്പം നമ്മളെ ഇഷ്ടമുള്ള പലർക്കും ഇഷ്ടപ്പെടുന്ന ചില ഘടകങ്ങളുണ്ട്, ഇഷ്ടപ്പെടാത്ത കുറേ ഘടകങ്ങളുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കരുത്. നമുക്ക് വേണ്ടതൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. പറ്റിയ നിറം, പറ്റിയ നീളം, പറ്റിയ വണ്ണം, പറ്റിയ അവയവ വ്യവസ്ഥിതികൾ, ഇതൊക്കെ കർത്താവ് നമുക്ക് യോജിച്ച് തന്നിട്ടുണ്ട്. മനസ്സിലായോ? നമ്മുടെ ശരീരം ഏറ്റവും പ്രധാനമാണ്. ഈ ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കരുത്. എന്തിനു കൊടുക്കരുതെന്നാ? ഈ ശരീരത്തെ കർത്താവിന് കൊടുക്കണം. ദുർനടപ്പെന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടോ? പാസ്റ്റർമാർ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇടവകയെ മലയാള പദം ദുർനടപ്പെന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങളുണ്ടതിന്. ഒന്ന് പരസംഗം, 2 വ്യഭിചാരം. പരസംഗം എന്ന പദവും വ്യഭിചാരം എന്ന പദവും കൂടെ ഒരുമിച്ച് ഉൾച്ചേർത്തിട്ടുള്ള ഒറ്റ പദമാണ് ദുർനടപ്പ്. പഠിക്കണം പദപഠനം, എറ്റിമോളജി. പദപഠനം പഠിക്കുമ്പോൾ പരസംഗം പിന്നെ വ്യഭിചാരം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നുള്ള ഒറ്റ പദമാണ് ഏത്? ദുർനടപ്പ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. പരസംഗം എന്ന് പറഞ്ഞാൽ അവിവാഹിതാവസ്ഥയിലെ ലൈംഗിക ഭാവമാണ്. വിവാഹം കഴിക്കുന്നതിന് മുൻപ് ആണോ പെണ്ണോ അവരുടെ ശരീരത്തെ ലൈംഗികതയ്ക്ക് വിട്ടുകൊടുത്താൽ അതാണ് പരസംഗം. തല്ലു വാങ്ങിക്കും, ഉറപ്പാണ്. നീ ചതിക്കുന്നത് നിന്റെ മാതാപിതാക്കളെ, നീ ചതിക്കുന്നത് നിന്റെ സൺഡേ സ്കൂൾ അധ്യാപകരെ, നീ ചതിക്കുന്നത് നിന്റെ പാസ്റ്ററെ, കുടുംബത്തെ, നീ ചതിക്കുന്നത് നിന്റെ കൂട്ടുവിശ്വാസികളെ, അതിലുപരി നീ ചതിക്കുന്നത് സർവശക്തനായവനെ, അതിലുപരി നീ ചതിക്കുന്നത് നിനക്ക് നാളെ ദൈവം തരാൻ പോകുന്ന ജീവിത പങ്കാളിയാണ്. അതുകൊണ്ട് അവിവാഹിതാവസ്ഥയിൽ എന്തോ പാടില്ല? ലൈംഗികത പാടില്ല. സെക്സ് എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഒരു വിശപ്പാണ്. അത് മാറേണ്ടതിന് ദൈവം ഒരുക്കിയ ഡൈനിങ് ഹാള്, ഡൈനിങ് ടേബിൾ, ഡൈനിങ് മുറിയാണ് ദാമ്പത്യ ജീവിതം. ദാമ്പത്യ ജീവിതത്തിലൂടെ അല്ലാതെ സെക്സ് എന്ന വിശപ്പ് ശമിക്കാൻ അനുവദിക്കരുത്. കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ നമുക്ക് ഭോഗാലസ്യമായ നിയോഗമുണ്ടാക്കുന്നതാകാം. പക്ഷേ എനിക്കൊരു ജീവിത പങ്കാളിയെ ദൈവം തരാനിരിക്കുന്നതേ ഉള്ളൂ. എൻ്റെ ശരീരം അവൾക്ക് വേണ്ടിയാണ്, അവന് വേണ്ടിയാണെന്ന ഉൾബോധത്തോടെ ജീവിക്കാതെ അവസരത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് സെക്സിലേക്ക് ശരീരത്തെ അവിവാഹിതാവസ്ഥയിൽ വിട്ട അതാണ് പരസംഗം. മനസ്സിലായല്ലോ? ഓക്കെ, ഞാൻ തുറന്നു പറയുകയാണ്. ഓക്കെ, രണ്ടാമത് വ്യഭിചാരം. എന്താണ് വ്യഭിചാരം എന്നറിയാമോ? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വിവാഹ അനന്തര ലൈംഗിക ഭാവം. വിവാഹ ജീവിതത്തിൽ ലൈംഗികത അനുവദനീയമാണ്, പക്ഷേ അത് പാപമാകുന്ന എപ്പോഴാണെന്നറിയാമോ? ഭാര്യ അറിയാതെ ഭർത്താവ് അബദ്ധ സഞ്ചാരം ചെയ്താൽ, ഭർത്താവ് അറിയാതെ ഭാര്യ പരപുരുഷനെ പ്രാപിച്ചാൽ, ഭാര്യ അറിയാതെ ഭർത്താവ് അന്യസ്ത്രീഗമനം നടത്തിയാൽ അതിനെയാണ് വ്യഭിചാരമെന്ന് പറയുക. ആടി ഉറപ്പാണ്, ഒരു രക്ഷയുമില്ല.
കാഠിന്യമില്ല. കാരണം എന്താണെന്നറിയാമോ? വിവാഹത്തിൽ ഇതേപോലൊരു ഓഡിറ്റോറിയത്തിലായിരിക്കുമല്ലോ നമ്മുടെ വിവാഹം, അല്ലെങ്കിൽ ചർച്ചിനകത്തായിരിക്കുമല്ലോ. അഭിഷക്ത ദൈവദാസന്മാരുടെ ഒരു ഗണമുണ്ട്. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ 4 പേരുണ്ട്. ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരുണ്ട്. സർവോപരി പരിശുദ്ധ തൃത്വമുണ്ട്, ദൂതഗണങ്ങളുണ്ട്. അവരോടാണ് നമ്മൾ പറഞ്ഞത്, ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ചു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ മാത്രം സ്നേഹിച്ചു, താങ്കളോട് മാത്രം ചേർന്നിരുന്നു. ഉത്തമ ഭർത്താവിൻ്റെ സകല കടപ്പാടുകളും കൃത്യമായി ഭംഗിയായി നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത് നമ്മൾ പരസ്പരമല്ല, പരസ്പരമാണെങ്കിലും അത് പരിശുദ്ധ തൃത്വത്തോടും ദൂതഗണങ്ങളോടും എല്ലാവരും കേൾക്കുക. ആ നിന്നെ മാത്രമെന്ന് പറഞ്ഞ മാത്രമെന്ന വേലിക്കെട്ട് പൊട്ടിച്ച് അബദ്ധ സഞ്ചാരം ചെയ്താൽ ആടി ഉറപ്പായിരിക്കും. അതാണ് വ്യഭിചാരം. അങ്ങനെ പിഴച്ചു പോകുന്ന ഓരോരുത്തൻ്റെയും ഒരുത്തിയുടെയും ശരീരം പുനരാഗമനത്തിൽ പൊങ്ങി വരത്തില്ല. തേജസ്സിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ അവനോടുകൂടെ തേജസ്സിൽ നമുക്ക് വെളിപ്പെടാൻ കഴിയണമെങ്കിൽ ഈ ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുക്കരുത്. എത്ര പേർക്ക് ബോധ്യമായി? എത്ര പേർക്ക് ബോധ്യമായി? ഇനി 13-ാം വാക്യം ഒന്നുകൂടെ പറയാം. ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും. സാറേ 14-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. 14-ാം വാക്യം തുടങ്ങുന്നത് എന്നാൽ എന്ന് പറഞ്ഞാൽ എന്തോ? ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുക്കാതിരുന്നാൽ. ബാക്കി വായിച്ചേ. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിക്കും. നമ്മുടെ മർത്യ ശരീരങ്ങൾക്കൊരു ഉയർപ്പുണ്ടാകണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ച കാലം അത്രയും ഈ ശരീരത്തിൽ വ്യഭിചാരമോ ദുർനടപ്പോ ബാധിക്കപ്പെടാതെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീര വ്യവസ്ഥിതി മുഴുവനും അത്യുന്നതനായ ദൈവത്തിന്റെ അഗ്നിമയമായ കണ്ണുകളുടെ മുമ്പിൽ അഗ്നിപ്രമാണത്തിന്റെ സംസ്കാരത്തിൽ സൂക്ഷിച്ചോണം. ബോധ്യമായവർ എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഇനി ഇത് സുവിശേഷമല്ലേ? അതുകൊണ്ട് ഒരു കരുണയുടെ ആലോചനയോട് കൂട്ടിച്ചേർക്കാൻ ദൈവാത്മാവ് നിയോഗം തരുന്നു. ഒരു വേള എപ്പോഴെങ്കിലും ഈ മാംസം ഒന്നിടറിപ്പോയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു സമയത്തേക്ക് ഭാര്യയെ മറന്നുപോയി, ഞാൻ ഭർത്താവിനെ മറന്നുപോയി, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദ ഫലമായി ഞാൻ അങ്ങനെ ഒരു തരംതാണലിലേക്ക് പോയി കർത്താവേ എന്നൊരു കുറ്റബോധം, ഒരു കൺഫെഷൻ ആത്മാർത്ഥമായി ഉണ്ടാക്കിയെടുത്താൽ മാനസാന്തരം ആഗ്രഹിക്കുന്ന കർത്താവ് കഴുകും. ആ പ്രാർത്ഥനയിൽ പതിവ് പല്ലവി തരണേ 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 തരണേ, നോ, അത് മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് കഴുകണമേ 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 എന്നെ കഴുകണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് കഴുകും. സംഭവിച്ചിട്ടുണ്ടാകാം ഭോഗാലസമായ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ എപ്പോഴോ കാലിടറി. ദാവീദ് തന്നെ പറയുന്നു, എൻ്റെ കാലുകൾ ഏകദേശം ഇടറിപ്പോയി. കണ്ടോ? അങ്ങനെ ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റബോധമായി മനസ്സിനെ വല്ലാതെ ബാധിക്കരുത്, മുറിവായി വിങ്ങലായി അകത്തുണ്ടാകരുത്. അതിനെ കഴുകുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു ക്ഷമ പ്രാപിച്ചു കഴിഞ്ഞാൽ പുനരാഗമനത്തിൽ എടുത്തുകൊള്ളപ്പെടാൻ പറ്റും. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ വരവെന്ന് കേട്ടിട്ട് ഏതെങ്കിലുമൊക്കെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ കണ്ട് കർത്താവ് വരാൻ സമയമായെന്നും പറഞ്ഞ് സുഖിച്ചു പോയാൽ പോരാ. കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ കയറിപ്പോകുമോ എന്നുള്ളതിനെ കുറിച്ച് ബോധമുണ്ടായി പറ്റൂ. ദാമ്പത്യ ജീവിതം എങ്ങനെയുണ്ട്? വ്യക്തിപരമായ ഏകാന്ത ജീവിതം എങ്ങനെയുണ്ട്? അമ്മയെ കളിപ്പിക്കാതെ, അപ്പനെ കബളിപ്പിക്കാതെ, സഭയെ കബളിപ്പിക്കാതെ ശരീരത്തിൻ്റെ വിശുദ്ധ ജീവിതത്തെ കാത്തുകൊള്ളാൻ നമുക്ക് പറ്റിയാൽ തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനോടുകൂടി നമ്മൾ തേജസ്സിൽ വെളിപ്പെടും. ഒറ്റ വാക്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഒറ്റ വാക്യം കൂടെ സാറേ വായിച്ച റോമ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. റോമർ 8:11 വാക്യം. സോറി, റോമർ 8:11 വാക്യം. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ ഗംഭീരമായൊരു വാക്യം. ഇന്ന് രാത്രി മുഴുവനും നിന്ന് പറയണം. ആത്മാധിവാസ ജീവിതം നമ്മളെ ഉയർപ്പിക്കുന്നത് പരിശുദ്ധാത്മ ശക്തിയാണ്. അതിന്റെ തെളിവാണ് എഫെസ്യ ലേഖനം 1:19. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ആ വ്യാപരിക്കുന്ന ശക്തിയുടെ ഡെമോൺസ്ട്രേഷൻ എന്താണെന്നറിയാൻ 20-ാം വാക്യം. അത് ക്രിസ്തുവിനും വ്യാപരിച്ചു. ഏത്? exceeding great power, the exceeding great power. അത് ക്രിസ്തു
ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്തോ ചെയ്തു? ഉയർപ്പിച്ചു. ആ ശക്തിയാണ് നമ്മിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത്. ആ ശക്തിയാണ് നമ്മളെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉയർപ്പിക്കണമെങ്കിൽ ആ ശക്തി നമ്മുടെ ശരീരത്തിൽ സദാ ഉണ്ടാകണം. എത്ര പേർക്ക് ബോധ്യമുണ്ട് ആത്മശക്തി അകത്തുണ്ടെന്ന്? പാട്ടിന്റെ താളം മുഴങ്ങുമ്പോൾ മാത്രം വന്നു കയറുന്ന ശക്തിയല്ല. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആത്മശക്തി അകത്തുണ്ടാകണം. പരിപാടിയിലൂടെ പോകുമ്പോൾ, ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ, തുണി കഴുകുമ്പോൾ, കറി കരിയുമ്പോൾ, വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തുമ്പോഴൊക്കെ ഈ ശക്തി അകത്തുണ്ടെങ്കിൽ, ആത്മാവിനെ അകത്ത് വസിപ്പിക്കാൻ ഭാഗമായ ഒരാത്മീയത നാം സൂക്ഷിക്കുമെങ്കിൽ കർത്താവ് വന്ന് നമ്മെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, പുത്രനെ നോക്കി വിശ്വസിക്കണം, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. രണ്ട്, പുത്രനുമായിട്ട് സ്നാനത്താൽ എന്തോ ഇതോണം പറ്റിച്ചേരണം, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. മൂന്ന്, കർത്തൃമേശ അതിൻ്റെ സ്തുത്യർഹമായി, അതിൻ്റെ സുഗമമായി, അതിൻ്റെ സുതാര്യമായ നിർവഹണത്തിൽ വിശുദ്ധമായി ഏർപ്പെട്ടോണം കർത്താവ് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അടുത്തത്, ശരീരം ദുർനടപ്പിന് വിട്ടുകൊടുക്കാതെ കൊള്ളണം. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഉയർപ്പിക്കും. സ്തോത്രം. ആത്മാദിവാസ ജീവിതത്തെ സൂക്ഷിച്ചോണം, കർത്താവ് ഉയർപ്പിക്കും. കർത്താവ് എങ്ങനെ വരാൻ പോന്നേന്നറിയാവോ? കർത്താവ് എങ്ങനെ വരാൻ പോന്നേ? സ്തോത്രം. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തിയുണ്ട്. ഓ, കാരണം എന്താണെന്നറിയോ? നമ്മൾ സാധാരണ പറഞ്ഞു യേശു വരും, യേശു വരും, യേശു വരുമെന്നാണ്. പക്ഷേ തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, മഹാദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. 2:12. അപ്പൊ ആരാ വരാൻ പോന്നേ? ആരാ വരാൻ പോന്നേ? നമ്മൾ യേശുവിന്റെ വരവെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ശീലിച്ച് അതിനെ അങ്ങ് ലളിതവൽക്കരിച്ച പോലെ ആയിപ്പോയി. യേശു എന്ന മലയാള പദം അത്രയ്ക്ക് വിലയില്ലാത്തതല്ല. യേശു എന്ന മലയാള പദത്തിന്റെ തനിമയാർന്ന എബ്രായ പദം ജഹോഷുവ എന്ന ഐ എം ദാറ്റ് ഐ ആം, അത് തന്നെ ജഹോഷുവ. ആ ജഹോഷുവയെ കുറിച്ച് തീത്തോസ് 2:12 പറയുന്നു, മഹാദൈവമാണ്. മഹാദൈവമായതുകൊണ്ട് എങ്ങനെ വരാൻ പോകുന്നതെന്നറിയാവോ? അതൊരു മഹാവരവ് തന്നെയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയർ 3:21 പറയുന്നത്, 20 പറയുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. 21 പറയുന്നു സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് ഇറങ്ങി വരും. ഇവിടെ നമ്മളെ കീഴ്പ്പെടുത്താൻ നിൽക്കുക പലതും ചിലതും, പക്ഷേ അതിനെയെല്ലാം കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ശക്തിയുമായി കർത്താവ് ഇറങ്ങി വരാൻ പോവുകയാണ്. ഇവിടുത്തെ ഭരണാധിപന്മാരെ, ഇവിടുത്തെ ഇസങ്ങളെ, പ്രത്യേക ശാസ്ത്രങ്ങളെ, ഇവിടുത്തെ ജനസംഘ ശക്തികളെ, ഇവിടുത്തെ മതത്തിന്റെ തേരാളികളെ, സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവ് വെളിപ്പെടും. അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ 21 വാക്യത്തിൽ ഒരൊറ്റ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലേ? അതൊരു ഇടക്കാല ആശ്വാസമാകാൻ വേണ്ടിയാ. സ്തോത്രം. ഈ 21 വാക്യത്തിലൊരു കാര്യമുണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് കർത്താവ് വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എന്തിനാ വരുന്നതെന്നും കൂടെ അവിടെ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി എന്തോ ചെയ്യാനാ? അവിടെ അനുരൂപം എന്നുള്ള പദം എടുത്ത് പഠിക്കണം. അനുരൂപമാണ്. അപ്പം നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വെളിപ്പെടുന്നത്, മഹാനായി വെളിപ്പെടുന്നത്, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തിയോടെ വെളിപ്പെടുന്നത് നമ്മളെ തൻ്റെ രൂപത്തോടെ എന്തോ ചെയ്യാനാ? അനുരൂപമാക്കാനാ. പക്ഷേ അങ്ങനെ അനുരൂപമാകണമെങ്കിൽ ഈ ഫിലിപ്പിയർ 3:21 ചേർത്ത് റോമർ 12:2 ഉൾച്ചേർക്കണം. റോമർ 12:2 പറയുന്നത് ഈ ലോകത്തോട് എന്തോ ചെയ്യരുത്. ഈ ലോകത്തോട് അനുരൂപമാകാതെ നാം നിന്നാൽ കർത്താവ് വന്ന് നമ്മെ തൻ്റെ രൂപത്തോട് അനുരൂപമാക്കി മാറ്റും. എത്ര പേർക്ക് ബോധ്യമായി? പെന്തക്കോസിന്റെ ജീവിതം നയിക്കുമ്പോൾ ലോകവുമായിട്ട് ഇടപെടരുത്, ലോകത്തിൽ നിന്ന് വേർപെട്ട് നിന്നോണം. ജഡവുമായി അലയൻസ് ആകരുത്, വേറിട്ട് നിന്നോണം. ജഡത്തിൽ ജീവിക്കുമ്പോൾ ജഡപ്രകാരമല്ലാതെ ജീവിക്കണം, ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകപ്രകാരം അല്ലാതെ ജീവിക്കണം. മനസ്സിലായോ? അങ്ങനെ ലോകത്തോട് അനുരൂപമാകുക. ഇവിടുത്തെ ആർഭാടം, ഇവിടുത്തെ ആഡംബരം, ഇവിടുത്തെ മാത്സരികത, ഇവിടുത്തെ ആഭിചാരം, ഇവിടുത്തെ വ്യഭിചാരം, ഇവിടുത്തെ ആമോദം, ആനന്ദം, ആഹ്ലാദം, ഇതിലൊന്നും ഇടപെടാതെ വേറിട്ട് നാം നിന്നാൽ നമ്മുടെ കർത്താവ് വന്ന് നമ്മെ തൻ്റെ രൂപത്തോട് അനുരൂപമാക്കും. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപമാകാൻ? ഹല്ലേലൂയ. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലൊരു വാക്യം ഉപസംഹാരമായി പറയാം. വെളിപ്പാട് പുസ്തകം 21:7, ജയിക്കുന്നവന് ഞാനിത് അവകാശമായി കൊടുക്കും. ആർക്കാ? 21:7, ജയിക്കുന്നവന് ഞാൻ ഇത് അവകാശമായി കൊടുക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എല്ലാവർക്കുമല്ല, ജയിക്കുന്നവന്. യോഹന്നാൻ 14:3 വാക്യം എന്താണെന്നറിയാമോ? യോഹന്നാൻ 14:3 എന്താ പറഞ്ഞിരിക്കുന്നേ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്
നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താം. കർത്താവ് ഇരിക്കുന്ന ഇടത്ത് ഇരിക്കാനുള്ള യോഗ്യത എന്താണെന്നറിയാമോ? വെളിപ്പാട് 3:21, ഞാൻ ജയിച്ചതുപോലെ ജയിക്കുന്നവന് ഞാൻ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകും. കർത്താവ് ജയിച്ചത്. അപ്പൊ യോഹന്നാൻ 14:3 വെളിപ്പാട് 3:21 കൊണ്ട് വേണം സമന്വയിപ്പിക്കുക. കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കണമെങ്കിൽ കർത്താവ് ജയിച്ചതുപോലെ ജയിക്കണം. വെറുതെ ജയിച്ചാൽ പോരാ, കർത്താവ് ജയിച്ചതുപോലെ ജയിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കാൻ ആ കർത്താവ് വരുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് ബുക്കും പുസ്തകം എല്ലാം അടച്ചൊന്ന് വെച്ചിട്ട് കണ്ണുകളൊന്ന് അടച്ച് കൊയറൊന്ന് സജ്ജമാകട്ടെ. പുനരാഗമനത്തിൻ്റെ പ്രത്യാശയുള്ള ഈരടികളെ പാടാനായിട്ട് CP മാത്യുവും സംഘവും രംഗത്തോട്ട് വരികയാണ്. പക്ഷേ അതിനു മുമ്പ് കണ്ണുകളൊന്ന് അടച്ചേ പ്രിയരെ. ഇന്ന് കാഹളനാദമാണെങ്കിൽ നാളെ ഷിബിൻ ഷാമുവിൽ ഇവിടെ പ്രസംഗിക്കേണ്ടത്. പക്ഷേ അതിനു മുമ്പ് കർത്താവ് വരുമെങ്കിൽ, നാളത്തെ കൺവെൻഷൻ കഴിഞ്ഞ കർത്താവ് വരുമെങ്കിൽ, ഫെബ്രുവരിയുടെ കലണ്ടർ മാറ്റി മാർച്ചിലേക്ക് പേപ്പർ തിരിക്കുന്നതിന് മുമ്പ് കർത്താവ് വരുമെങ്കിൽ, നാളത്തെ പ്രഭാത കിരണങ്ങൾ ഭൂമിയിലെത്തുന്നതിന് മുമ്പ് കർത്താവിൻ്റെ കാഹളം മുഴങ്ങുമെങ്കിൽ, നമ്മൾ എത്ര പേര് എടുക്കപ്പെടും, എത്ര പേര് ഉയർക്കപ്പെടും, എത്ര പേര് രൂപാന്തരപ്പെടുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കേ. അതിനെന്നെ പ്രാപ്തമാക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് കേട്ടവചനമുള്ളിൽ ആരോഗ്യമായി തീർന്നെങ്കിൽ ആ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കരങ്ങളടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കേ. സ്നാനാനന്തര ജീവിതം, ശരീരത്തിൻ്റെ ദുർനടപ്പില്ലാതെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടാതെ അഭിമാനത്തോടെ തിളക്കത്തോടെ നിലകൊള്ളുവാൻ നമുക്ക് കഴിയുമോ പ്രിയരെ? ശക്തമായി ദൈവത്തെ ഒന്ന് ആരാധിച്ച് ശക്തമായി ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ, മാതാക്കൾ, കുഞ്ഞുങ്ങളടക്കമുള്ളവരെ അനുഗ്രഹിക്കുന്നു. സ്നാനപ്പെടേണ്ടവർ സ്നാനപ്പെടാൻ, സ്നാനപ്പെട്ടവർ സ്നാന ജീവിതത്തിന്റെ അന്തസ്സ് കാക്കുവാൻ ജനത്തെ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. ഓ ഹല്ലേലൂയ.